ഞാൻ രേഷ്മ. എല്ലാവർക്കും ഇന്നലകളിലേക്ക് എന്ന കറണ്ട് അഫെയർ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നവംബർ 1 മുതൽ 15 വരെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർസ് ഫാക്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ ദേശീയ ഗെയിംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കേരള അവാർഡുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർസ് ഫാക്ട്സ് ആണ്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് കേരള അവാർഡുകൾ എന്ന് പറയുന്നത്. എന്താണ് കേരള അവാർഡുകൾ? കേരള അവാർഡുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പത്മ അവാർഡുകൾ നൽകാറുണ്ട് ഇല്ലേ? ഭാരതരത്ന നൽകാറുണ്ട്, അതുപോലെ തന്നെ പത്മശ്രീ നൽകാറുണ്ട്, പത്മഭൂഷൺ നൽകാറുണ്ട്. ഇവയൊക്കെ എന്തിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നൽകുന്നത്? ഇവയെല്ലാം സിവിലിയൻ അവാർഡ്സ് ആണ് ഇല്ലേ? നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവര് ചില മേഖലകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ടാകും. അത് ചിലപ്പം കലയാവാം, സാഹിത്യമാകാം, സിനിമയാകാം, സ്പോർട്സ് ആകാം, എന്തുമായിക്കൊള്ളട്ടെ. ഇങ്ങനെ പല മേഖലകളിലായിട്ട് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അവരെ തിരഞ്ഞെടുത്ത് നൽകുന്ന അവാർഡുകളാണ് പത്മ അവാർഡുകൾ എന്ന് പറയുന്നത്. നമ്മുടെ പത്മ അവാർഡുകൾ പോലെ തന്നെ കേരള സർക്കാർ നൽകുന്ന അവാർഡുകളാണ് കേരള അവാർഡുകൾ എന്ന് പറയുന്നത്. ഇവ നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്നത് ഏത് വർഷമാണ്? 2021 ആദ്യമായിട്ട് നമ്മുടെ കേരള അവാർഡുകൾ സർക്കാർ നൽകി തുടങ്ങിയത്. അപ്പോൾ ഈ 2021 ഇവ നൽകി തുടങ്ങി. ഇവ 3 കാറ്റഗറി ആയിട്ടാണ് ഈ അവാർഡുകൾ നൽകുന്നത്. ഏതൊക്കെയാണ് ഈ 3 കാറ്റഗറികൾ എന്ന് പറയുന്നത്? ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കേരള ജ്യോതിയാണ്. കേരള ജ്യോതിയാണ് ഇതിൽ തന്നെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവാർഡ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് കേരള ജ്യോതിയാണ്. ഓക്കെ അല്ലേ? കേരള ജ്യോതി ഉണ്ട്, അതുപോലെ തന്നെ കേരള പ്രഭ അവാർഡുകളുണ്ട്. അത് 2 പേർക്കായിരിക്കും നൽകുക. പിന്നെ 5 പേർക്ക് നൽകുന്ന കേരള ശ്രീ അവാർഡുണ്ട്. ഈ കേരള ജ്യോതി അവാർഡ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമായിരിക്കും നൽകുക. ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് നവംബർ 1 തീയതിയാണ്. നമുക്കറിയാം എന്താണ് നവംബർ 1 തീയതിയുടെ പ്രത്യേകത. നവംബർ 1 തീയതി നമ്മുടെ കേരള പിറവി ദിനമാണ് ഇല്ലേ? അപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ 2021 നവംബർ 1 തീയതി കേരള സർക്കാർ കേരള അവാർഡുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. അതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വർഷത്തെ കേരള അവാർഡിൽ കേരള ജ്യോതി അവാർഡ് ഏറ്റവും പരമോന്നതമായ അവാർഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള അവാർഡ്സിലെ തന്നെ. അപ്പോൾ കേരള ജ്യോതി അവാർഡ് ആർക്കാണ് നൽകിയത്? സാഹിത്യകാരനായ ടി പത്മനാഭനാണ് ഈ വർഷത്തെ കേരള ജ്യോതി അവാർഡ് ലഭിച്ചത്. ആർക്കാണ്? ടി പത്മനാഭനാണ് നമ്മുടെ കേരള ജ്യോതി അവാർഡ് ലഭിച്ചത്. ടി പത്മനാഭന് കേരള ജ്യോതി അവാർഡ് ലഭിച്ചു എന്ന് നമ്മളിപ്പോൾ കണ്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിച്ച മറ്റ് അവാർഡുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ കൃതികൾക്കാണ് ഈ അവാർഡ് ലഭിച്ചത്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി വെക്കാം. കാര്യം കല എന്ന് പറയുന്ന മേഖല അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്ന മേഖലകളിൽ നിന്നൊക്കെ PSC സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ടി പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തി ന്യൂസിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളോ അല്ലെങ്കിൽ അയാൾക്ക് ലഭിച്ച അവാർഡുകളോ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികൾ നോക്കാം. സാക്ഷി എന്ന് പറയുന്ന കൃതിക്ക് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ അവാർഡ് തിരസ്കരിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് സാക്ഷി എന്ന് പറയുന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ കടൽ എന്ന് പറയുന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കടൽ എന്ന് പറയുന്ന കൃതിക്ക് എന്ത് അവാർഡാണ് ലഭിച്ചത്? ഓടക്കുഴൽ അവാർഡാണ് ലഭിച്ചത്. പിന്നെ ഗൗരി എന്ന് പറയുന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഗൗരി എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ചു. അതുപോലെ തന്നെ പുഴ കടന്ന മരങ്ങളുടെ ഇടയിലേക്ക് എന്ന് പറയുന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എന്താണ്? പുഴ കടന്ന മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട ചില കൃതികൾ കൂടെ നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ്? പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, ഒരു കഥാകൃത്ത് കുരിശിൽ, മഖൻ സിംഗിന്റെ മരണം, കാലഭൈരവൻ, ഗാഥ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില കൃതികളാണ്. ഈ കൃതികളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാം. വായിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, ഇനി അദ്ദേഹത്തിന് ലഭിച്ച മറ്റ് ചില അവാർഡുകൾ കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കി വെക്കാം. വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എന്നിവയെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മറ്റ് ചില അവാർഡുകളാണ്. ഇവയെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്, താഴെ പറയുന്നതിൽ ടി പത്മനാഭന്റെ കൃതികൾ അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ കൃതികളായത് ഏതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ അവാർഡ് ലഭിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ,
അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കേരള പ്രഭ അവാർഡുകളാണ്. ഞാൻ പറഞ്ഞു കേരള പ്രഭ അവാർഡ് 2 പേർക്കാണ് നൽകുക ഇല്ലേ. 2 പേർക്ക് കേരള പ്രഭ അവാർഡ് ഈ വർഷം ലഭിക്കുകയുണ്ടായി. ആരൊക്കെയാണ്? ഫാത്തിമ ബീവിക്ക് ഈ വർഷത്തെ കേരള പ്രഭ അവാർഡ് ലഭിച്ചു. അവർ ഈ ഇടയ്ക്ക് മരിക്കുകയും കൂടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഫാത്തിമ ബീവി എന്ന് പറയുന്ന വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴായിട്ട്. ഇനി അടുത്തതായിട്ട് സൂര്യ കൃഷ്ണമൂർത്തി, നടരാജ കൃഷ്ണമൂർത്തി എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹത്തിനും ഈ വർഷത്തെ കേരള പ്രഭ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് കേരള ശ്രീ പുരസ്കാരങ്ങളാണ്. 3 തരത്തിലാണ് അവാർഡുകൾ നൽകുന്നതെന്ന് പറഞ്ഞു. കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. ഇതിൽ തന്നെ കേരള ശ്രീ അവാർഡ് 5 പേർക്കാണ് നൽകുക. ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഈ വർഷം ലഭിച്ചത് പുനലൂർ സോമരാജൻ. അദ്ദേഹം സാമൂഹ്യ സേവനം നടത്തുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പുനലൂർ സോമരാജൻ. പിന്നെ VP ഗംഗാധരൻ, ആരോഗ്യ സേവനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഈ വർഷത്തെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. പിന്നെ രവി DC, വ്യവസായ മേഖലയിലുള്ള കോൺട്രിബ്യൂഷൻസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് കേരള ശ്രീ അവാർഡ് ലഭിച്ചത്. പിന്നെ ഇനി അടുത്ത് KM ചന്ദ്രശേഖർ, അദ്ദേഹം സിവിൽ സർവീസിലെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ പണ്ഡിറ്റ് രമേശ് നാരായൺ, അദ്ദേഹം കലയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് കേരള ശ്രീ അവാർഡ് ലഭിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ കേരള ജ്യോതി അവാർഡ്, കേരള പ്രഭ അവാർഡ്, കേരള ശ്രീ അവാർഡ് എന്നിങ്ങനെ കേരള അവാർഡ്സ് ആർക്കൊക്കെയാണ് ലഭിച്ചത്, ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് ആ അവാർഡ് ലഭിച്ചത് എന്നതെല്ലാം നമ്മൾ നോക്കിയതാണ്. ഇനി നമുക്ക് മറ്റ് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് കൂടെ നോക്കാം. പൂർണ്ണമായും ഗ്രീൻ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റി. എന്താണ് ഗ്രീൻ എനർജി എന്ന് പറയുന്നത്? നമുക്കറിയാം റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ഉണ്ട്, നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ഉണ്ട്. നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ആ റിസോഴ്സസ് പിന്നെ നമുക്ക് കിട്ടില്ല. ഉദാഹരണം കൽക്കരിയുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് ഇല്ലേ. പക്ഷെ അതുപോലെയാണോ സോളാർ എനർജി അല്ലെങ്കിൽ സൗരോർജം എന്ന് പറയുന്നത്? അതുപോലെയാണോ? അല്ല. സൗരോർജം നമുക്ക് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ സൗരോർജം എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ എനർജി റിസോഴ്സും അതുപോലെ തന്നെ കൽക്കരി എന്ന് പറയുന്നത് ഒരു നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സും ആണ്. അപ്പോൾ ഈ റിന്യൂവബിൾ എനർജി റിസോഴ്സസിനെയാണ് നമ്മൾ ഗ്രീൻ എനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും ഗ്രീൻ എനർജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി പൂർണ്ണമായും എന്താണ് ഗ്രീൻ എനർജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയായി മാറിയിരിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ഫാക്ട് നോക്കാം. ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കേരളത്തിലെ 2ാമത്തെ കളക്ടറേറ്റ്. എന്താണ്? ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കേരളത്തിലെ 2ാമത്തെ കളക്ടറേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള ഇതിനു മുന്നേ ഒരു കളക്ടറേറ്റിന് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ടാവണമല്ലോ. ആദ്യമായിട്ട് കേരളത്തിൽ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ കളക്ടറേറ്റ് ഏതാണ്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് എന്ന് പറയുന്നത്? കോട്ടയം കളക്ടറേറ്റിനാണ് ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ കേരളത്തിൽ നിന്നും ലഭിച്ചത്. ഇനി 2ാമതായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ കളക്ടറേറ്റ് ഏതാണ്? തിരുവനന്തപുരത്തിനാണ് 2ാമതായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കേരളത്തിലെ 2ാമത്തെ കളക്ടറേറ്റ് ആണ് ഏത്? തിരുവനന്തപുരം കളക്ടറേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഫാക്ട് നോക്കാം. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് ലിസ്റ്റിൽ സിറ്റി ഓഫ് ലിറ്ററേച്ചറായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം. ഓക്കെ. അപ്പം യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലേ സ്ഥിരമായിട്ട്. പൈതൃക പട്ടികയിലേക്ക് ഇടം നേടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല കലാരൂപങ്ങളെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യുനെസ്കോയുടെ മറ്റൊരു ലിസ്റ്റാണ് എന്ത്? ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് ലിസ്റ്റ്. എന്താണ്? ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് ലിസ്റ്റ്. ഈ വർഷം ഇന്ത്യയിൽ നിന്നുള്ള 2 നഗരങ്ങൾക്കാണ് ഈ ഒരു ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിലേക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് ഇടം നേടാനായിട്ട് സാധിച്ചത്. കേരളത്തിൽ നിന്നുള്ള ഒരു നഗരം ഈ ഒരു ലിസ്റ്റിലേക്ക് ഇടം നേടി. ഏതാണ് ആ നഗരം? കോഴിക്കോടാണ്. ഏത് നഗരമാണ്? കോഴിക്കോടിനാണ് ഈ വർഷം യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് ലിസ്റ്റിലേക്ക് ഇടം നേടാനായിട്ട് സാധിച്ചത്. എന്ത് നഗരമായിട്ടാണ് കോഴിക്കോട് ഈ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ടത്?
എന്ത് നഗരമായിട്ടാണ്? സിറ്റി ഓഫ് ലിറ്ററേച്ചർ. ഞാൻ പറഞ്ഞു കോഴിക്കോട് നഗരം നമ്മുടെ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിലേക്ക് ആ ലിസ്റ്റിലേക്ക് ഇടം നേടിയിട്ടുണ്ട്. എന്തായിട്ടാണ് നാമകരണം ചെയ്യപ്പെട്ടത്? സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നാണ് കോഴിക്കോട് നാമകരണം ചെയ്യപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ സിറ്റി ഓഫ് മ്യൂസിക് എന്ന പേരിൽ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു സിറ്റി ഈ ഒരു ലിസ്റ്റിലേക്ക് ഇടം നേടിയിട്ടുണ്ട്. ഏതാണ് ആ സിറ്റി? ഈ കോഴിക്കോടിനൊപ്പം തന്നെ ഈ ഒരു സിറ്റി ഈ ഒരു ലിസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഏതാണ് ആ നഗരം? ഗ്വാളിയർ ആണ് സിറ്റി ഓഫ് മ്യൂസിക് എന്ന പേരിൽ നമ്മുടെ ഈ ഒരു യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് ലിസ്റ്റിലേക്ക് ഇടം നേടിയിട്ടുള്ളത്. അപ്പോൾ 2 നഗരങ്ങളാണ് ഇടം നേടിയത്. ഒന്ന് കോഴിക്കോട്, മറ്റൊന്ന് ഗ്വാളിയർ. ഏതൊക്കെ കാറ്റഗറിയിലാണെന്ന് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഗ്ലോബൽ ടൂറിസം അവാർഡ് 2023 നേടിയ സംസ്ഥാനം ഏതാണ് എന്നാണ്. നമുക്കറിയാം ഏതായിരിക്കും ആ ഒരു സംസ്ഥാനം. കേരളത്തിന് തന്നെയാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. എന്താണ്? ഗ്ലോബൽ ടൂറിസം അവാർഡ് 2023 കേരളത്തിന് ലഭിക്കുകയുണ്ടായി. നമുക്കറിയാം നമ്മൾ ടൂറിസം വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്, ഗോഡ്സ് ഓൺ കൺട്രി ഇല്ലേ? അപ്പോൾ ഗ്ലോബൽ ടൂറിസം അവാർഡ് 2023 കേരളത്തിന് ലഭിക്കുകയുണ്ടായി. ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഫാക്റ്റാണ് ടൂറിസം വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിക്കുന്ന മാസ്റ്റർ പ്ലാൻ. എന്താണ്? ടൂറിസം വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിക്കുന്ന മാസ്റ്റർ പ്ലാനാണ് എന്ത്? മിഷൻ 2030. എന്താണ് മിഷൻ 2030 എന്ന് പറയുന്നത്? എന്താണ് ഈ മിഷൻ 2030 അല്ലെങ്കിൽ മിഷൻ 2030 എന്ന് പറയുന്നത്? എന്താണ്? 2030 കൂടി നമ്മുടെ ടൂറിസത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ GDP കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ മിഷൻ 2030 എന്ന് പറയുന്നത്. എന്താണ്? ടൂറിസം വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന പദ്ധതിയാണ് മിഷൻ 2030 എന്ന് പറയുന്നത്. എന്താണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത്? ടൂറിസത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനം GDP വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി നമ്മുടെ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് തെയ്യത്തിന്റെ പ്രചരണാർത്ഥം വികസിപ്പിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ് എന്നാണ്. നമുക്കറിയാം തെയ്യം നമ്മുടെ ഒരു പൈതൃക കലാരൂപമാണ്. നമ്മുടെ കേരളത്തിൽ വളരെ പ്രശസ്തമായ ഒരു ദൃശ്യ കലാരൂപമാണ് തെയ്യം എന്ന് പറയുന്നത്. പലപ്പോഴും ഉത്സവങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് തെയ്യം പെർഫോം ചെയ്യാറുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നിന്ന് പലപ്പോഴും നമുക്ക് തെയ്യം ആസ്വദിക്കാനായിട്ട് സാധിക്കാറില്ല ഇല്ലേ? അപ്പോൾ ഈ തെയ്യം ആസ്വദിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? നമുക്കറിയാം വടക്കൻ കേരളത്തിലാണ് തെയ്യം കൂടുതലായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വടക്കൻ കേരളത്തിൽ കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ തെയ്യം പെർഫോം ചെയ്യുന്ന ക്ഷേത്രങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ തെയ്യം പെർഫോം ചെയ്യുന്ന കുടുംബങ്ങൾ ഉണ്ടാവാം, കാവുകൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് തെയ്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്? ഈ തെയ്യം ട്രെയിൽസ് എന്ന് പറയുന്നത്. എന്താണ് തെയ്യം ട്രെയിൽസ് എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്? തെയ്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് BIS ടോട്ടൽ ഹാൾമാർക്കിംഗ് സ്റ്റേറ്റ്. എന്താണ് ടോട്ടൽ ഹാൾമാർക്കിംഗ് സ്റ്റേറ്റ്? എന്താണ് ഈ ഹാൾമാർക്കിംഗ് എന്ന് പറയുന്നത്? പലപ്പോഴും പരസ്യങ്ങളിലെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഹാൾമാർക്കിംഗ് എന്ന് പറയുന്നത് സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ് ഈ ഹാൾമാർക്കിംഗ് എന്ന് പറയുന്നത്. സ്വർണത്തിന്റെ പരിശുദ്ധി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഈ ഹാൾമാർക്കിംഗ് മുദ്ര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ BIS എന്ന് പറയുന്നത്. BIS എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് ഹാൾമാർക്കിംഗ് ചെയ്യുന്നത്. അങ്ങനെ ഈ BIS ടോട്ടൽ ഹാൾമാർക്കിംഗ് സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം ആണ്. കേരളത്തിൽ സമ്പൂർണ്ണമായിട്ടും നമ്മൾ ഹാൾമാർക്കിംഗ് നടത്തിയ സ്വർണം ആണ് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഹാൾമാർക്കിങ്ങിനുള്ള എല്ലാ സംവിധാനവും കേരളത്തിലുണ്ട് എന്ന് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാവും. എന്താണ് BIS ടോട്ടൽ ഹാൾമാർക്കിംഗ് സ്റ്റേറ്റ് ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം ആണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് സാഹിത്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. അതിൽ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCക്ക് പലതവണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം നമ്മുടെ കേരളത്തിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പരമോന്നതമായ അവാർഡാണ് എന്ത്? എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ അവാർഡാണ് നമ്മുടെ കേരളത്തിൽ സാഹിത്യത്തിന് വേണ്ടി നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് എന്ന് പറയുന്നത്. സാഹിത്യത്തിന്റെ മേഖലയിലുള്ള
സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടി നൽകുന്ന അവാർഡാണിത്. ഈ വർഷം 2023 നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ? ഈ എഴുത്തച്ഛൻ പുരസ്കാരം അത് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയതാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. പലപ്പോഴും ഇതൊന്നും നമ്മളധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഫാക്ട്സ് ഒന്നും അല്ല, ഈ എത്ര രൂപയാണ് കിട്ടുന്നത്, എന്താണ് കിട്ടുന്നതെന്നൊക്കെ. പക്ഷെ ഇപ്പോൾ അതും ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. എത്ര രൂപയാണ് ലഭിക്കുന്നത്? 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്ന ആൾക്ക് ലഭിക്കുന്നത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? SK വസന്തനാണ് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്ന് നമുക്കൊന്ന് നോക്കാം. കാലം സാക്ഷി, നമ്മൾ നടന്ന വഴികൾ, സാഹിത്യ സംവാദങ്ങൾ, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, അപ്പൻ തമ്പുരാൻ ഒരു പഠനം, പടിഞ്ഞാറൻ കാവ്യമീമാംസ, നാലപ്പാട്ട് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഈ കൃതികൾ കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തൊക്കെയാണ് കൃതികൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കാലം സാക്ഷി, നമ്മൾ നടന്ന വഴികൾ, സാഹിത്യ സംവാദങ്ങൾ, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, അപ്പൻ തമ്പുരാൻ ഒരു പഠനം, പടിഞ്ഞാറൻ കാവ്യമീമാംസ, നാലപ്പാട്ട് എന്നീ കൃതികളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് ഫോർ ഗ്ലോബൽ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ് ലഭിച്ച ഇന്ത്യൻ വംശജ. എന്താണ്? ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് ഫോർ ഗ്ലോബൽ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ്. എന്താണ്? ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് ഫോർ ഗ്ലോബൽ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഈ ഒരു പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജ ആരാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത്. ആർക്കാണ് ലഭിച്ചത്? നന്ദിനി ദാസിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അവർക്ക് ഏത് കൃതിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്? കോർട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ഒറിജിൻസ് ഓഫ് എംപയർ. എന്താണ്? കോർട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ഒറിജിൻസ് ഓഫ് എംപയർ എന്ന കൃതിക്കാണ് അവർക്ക് ഈ ഒരു ഗ്ലോബൽ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ് അവാർഡ് ലഭിച്ചത്. ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കാം. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് പ്രശസ്തരായ കുറച്ച് വ്യക്തികൾ എഴുതിയ കൃതികളാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചില സമയങ്ങളിൽ ചോദിക്കാറുള്ള പോയിന്റ്സ് ആണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായ MM ലോറൻസിന്റെ ആത്മകഥ എന്താണ്? അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ആത്മകഥ? ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. എന്താണ്? പ്രശസ്ത കമ്മ്യൂണിസ്റ്റ് നേതാവാണ് MM ലോറൻസ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്തെന്ന് പറയുന്നത്? ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്ന കൃതി. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് റിപ്പബ്ലിക്കിന്റെ ഭാവി. എന്താണ്? റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? MB രാജേഷ്. ആരാണ് MB രാജേഷ്? MB രാജേഷ് നമുക്കറിയാം, നമ്മുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് MB രാജേഷ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, റൂറൽ ഡെവലപ്മെന്റ്, എക്സൈസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേരള മന്ത്രിസഭയിലെ മന്ത്രിയാണ് MB രാജേഷ്. അദ്ദേഹം മുൻ കേരള സ്പീക്കർ കൂടെ ആയിരുന്നു. അദ്ദേഹമാണ് എഴുതിയത്? റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? രമേശ് ചെന്നിത്തലയുടെ ആത്മകഥ. നമുക്കറിയാം രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ്? രമേശ് ചെന്നിത്തല അറിഞ്ഞതും അറിയാത്തതും. എന്താണ്? രമേശ് ചെന്നിത്തല അറിഞ്ഞതും അറിയാത്തതും എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ആത്മകഥ. ഇത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഓപ്ഷൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കായിക മേഖലയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആണ്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഈ ഇടയ്ക്ക് നടക്കുകയുണ്ടായി. എന്താണത്? ദേശീയ ഗെയിംസ്, നാഷണൽ ഗെയിംസ് നടന്നു ഇല്ലേ? അപ്പോൾ നമുക്ക് നാഷണൽ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോക്കി വെക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കാം. നാഷണൽ ഗെയിംസ് എത്രാമത്തെ പതിപ്പാണ് ഈ പ്രാവശ്യം നടന്നത്? 37ാമത്തെ നാഷണൽ ഗെയിംസ് ആണ് ഈ 2023 നടന്നിരിക്കുന്നത്.
ചോദിക്കുന്നത്, എവിടെയാണ് ഈ 2023 37ാമത്തെ നാഷണൽ ഗെയിംസ് നടന്നത്? എവിടെയാണ്? ഗോവയിലാണ് ഈ 37ാമത്തെ നാഷണൽ ഗെയിംസിന്റെ വേദി. എവിടെയാണ്? ഗോവയിലാണ് 37ാം നാഷണൽ ഗെയിംസിന്റെ വേദി. ഇനി 38ാം നാഷണൽ ഗെയിംസ്, അടുത്ത വർഷത്തെ നാഷണൽ ഗെയിംസ് എവിടെയാണ് നടക്കാനായിട്ട് പോകുന്നത്? എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് അടുത്ത വർഷത്തെ നാഷണൽ ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത്. അതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഈ വർഷം ഗോവയിലാണ് നടന്നത്, അടുത്ത വർഷം നടക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇനി അടുത്ത് നോക്കേണ്ടത് മാസ്കോട്ട് ഏതാണ്? ഔദ്യോഗിക മാസ്കോട്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഏതാണ്? മോഗ. മോഗ എന്നാണ് അതിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. എന്താണ് മോഗ? മോഗ എന്ന് പറയുന്ന ഒരു ബിസൺ ആണ്. ഓക്കെ, ബിസൺ അത് മൃഗമാണ്. ബിസൺ ആണ് മോഗ എന്ന പേര് നൽകിയിരിക്കുന്ന ബിസൺ ആണ് നമ്മുടെ ഈ വർഷത്തെ നാഷണൽ ഗെയിംസിന്റെ മാസ്കോട്ട്. ഔദ്യോഗിക മാസ്കോട്ട് എന്ന് പറയുന്നത് മോഗ എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ഇനി രാജബലീന്ദ്ര സിംഗ് ട്രോഫി എന്താണ്? നാഷണൽ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടുന്ന സംസ്ഥാനത്തിന് നൽകുന്ന അവാർഡാണ് രാജബലീന്ദ്ര സിംഗ് ട്രോഫി എന്ന് പറയുന്നത്. ഈ വർഷം ആ ഒരു അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മഹാരാഷ്ട്രയ്ക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതിന് അർത്ഥം എന്താണ്? മഹാരാഷ്ട്ര സംസ്ഥാനമാണ് ഈ വർഷത്തെ നാഷണൽ ഗെയിംസ് വിൻ ചെയ്തത്. അവർക്കാണ് ഈ ഒരു രാജബലീന്ദ്ര സിംഗ് ട്രോഫി ലഭിച്ചത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കേരളത്തിന് എത്രാമത്തെ സ്ഥാനമാണ് ലഭിച്ചത് എന്നാണ്. കേരളത്തിന് 5ാം സ്ഥാനമാണ് ലഭിച്ചത്. എത്രാം സ്ഥാനമാണ് ലഭിച്ചത്? 5ാം സ്ഥാനമാണ് കേരളത്തിന് ലഭിച്ചത്. ഇനി അടുത്തതായിട്ട് മികച്ച പുരുഷ കായിക താരം എന്താണ്? മികച്ച പുരുഷ കായിക താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ശ്രീഹരി നടരാജ്. നീന്തൽ താരമായ ശ്രീഹരി നടരാജ് ആണ് മികച്ച പുരുഷ കായിക താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ വർഷത്തെ നാഷണൽ ഗെയിംസിൽ മികച്ച പുരുഷ കായിക താരമായത് ആരാണ്? ശ്രീഹരി നടരാജ് ആണ്. അദ്ദേഹം ഒരു നീന്തൽ താരമാണ്. ഓർത്ത് വെച്ചിരിക്കാം. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് മികച്ച വനിതാ കായിക താരങ്ങളായിട്ട് ഈ വർഷത്തെ നാഷണൽ ഗെയിംസിൽ ആരൊക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്. 2 പേരുണ്ട്. 2 പേരും ജിംനാസ്റ്റിക് താരങ്ങളാണ്. ആരൊക്കെയാണ്? സംയുക്ത പ്രസൻ കെയ്നും പ്രണതി നായക്. പ്രണതി നായക്കും. ഇവർ 2 പേരും ജിംനാസ്റ്റിക് താരങ്ങളാണ്. സംയുക്ത പ്രസൻ കെയ്നും പ്രണതി നായക്കും. ഇവർ 2 പേരുമാണ് എന്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? 37ാം നാഷണൽ ഗെയിംസിലെ വനിതാ മികച്ച താരങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന വ്യക്തി. നമുക്കറിയാം, ഇപ്പം ലോകകപ്പ് നടന്നിട്ടേ ഉള്ളൂ ഇല്ലേ? നടന്ന് കുറച്ച് നാൾ മുന്നേ ലോകകപ്പ് അവസാനിച്ചു. ഇന്ത്യ നിർഭാഗ്യവശാൽ ആ മത്സരത്തിൽ ഫൈനൽസിൽ തോൽക്കുകയുണ്ടായി. പക്ഷെ എന്നാലും കുറച്ച് റെക്കോർഡുകൾ ഇന്ത്യൻ താരങ്ങൾ പുതുതായിട്ട് തിരുത്തി കുറിക്കുകയുണ്ടായി. എന്തൊക്കെയാണോ റെക്കോർഡുകൾ നമുക്ക് നോക്കാം. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ വ്യക്തിയായി മാറിയിരിക്കുകയാണ് ആര്? മുഹമ്മദ് ഷമി ആണ് നമ്മുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ നേടിയ ഈ ക്രിക്കറ്റർ ആരാണ് എന്നാണ് നോക്കേണ്ടത്. എന്താണ്? വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ നേടിയ ക്രിക്കറ്റർ ആരാണ്? നമുക്കറിയാം, നമ്മൾ വളരെയധികം ആഘോഷിച്ച ഒരു ദിനമായിരുന്നു അത് ഇല്ലേ? വിരാട് കോഹ്ലിക്കാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ തന്നെ 50 സെഞ്ചുറികൾ നേടിയ ക്രിക്കറ്ററായിട്ട് മാറിയത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. 50 സെഞ്ചുറികൾ തികച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ആരൊക്കെയാണ് എന്നാണ്. ഇതൊരു ഹോക്കി ചാമ്പ്യൻഷിപ്പ് ആണ്. അതിൽ വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ആരാണ്? ഇന്ത്യൻ ടീമാണ് വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി നേടിയിരിക്കുന്നത്. റണ്ണറപ്പ് ആയത് ആരാണ്? റണ്ണറപ്പ് ആയത് ജപ്പാനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഈ വർഷം നേടിയിരിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ് നേടിയിരിക്കുന്നത്. റണ്ണറപ്പ് ആയത് ആരാണ്? ജപ്പാനാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് FIDE വിമൻസ് ഗ്രാൻഡ് സ്വിസ് 2023 വിജയിയായത് ആരാണ് എന്നാണ് നോക്കേണ്ടത്. വൈശാലി R ആണ് ഈ വർഷം ഈ ഒരു മത്സരം വിജയിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു മത്സരം? ഇതൊരു ചെസ് മത്സരമാണ്. ഈ ഒരു മത്സരം വിജയിച്ചിരിക്കുന്ന ഒരു ഇന്ത്യക്കാരിയാണ്. ആരാണ്? വൈശാലി R. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ശാസ്ത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആണ്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫാക്ട്സ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ചിക്കൻ ഗുനിയയ്ക്ക് എതിരെ വികസിപ്പിച്ച ആദ്യ വാക്സിൻ എന്താണ്? ചിക്കൻ ഗുനിയ നമ്മൾ വളരെ സാധാരണമായിട്ട് കേൾക്കുന്ന ഒരു രോഗമാണ് ചിക്കൻ ഗുനിയ ഇല്ലേ? ചിക്കൻ ഗുനിയ എങ്ങനെയാണ് പകരുന്നത്?
ചിക്കൻ ഗുനിയ പകരുന്നത് ഈഡിസ് കൊതു കടിച്ചിട്ടാണ് ഈ ഒരു രോഗം പകരുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഗുനിയക്കെതിരായിട്ട് ആദ്യമായിട്ട് ഒരു വാക്സിൻ കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് ആ വാക്സിൻ? ഇക്സ്ചീക്ക് എന്നാണ് ആ വാക്സിൻ്റെ പേര്. എന്താണ്? ഇക്സ്ചീക്ക് എന്നാണ് ഈ ഒരു വാക്സിൻ്റെ പേര്. ആദ്യമായിട്ടാണ് ചിക്കൻ ഗുനിയക്കെതിരെയായിട്ട് ഒരു വാക്സിൻ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത്, ലോകത്ത് ആദ്യമായിട്ട് പൂർണ്ണമായും ഒരു കണ്ണ് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരിക്കുകയാണ്. നമ്മൾ സാധാരണ കണ്ണ് മാറ്റി വെക്കുമ്പോൾ ഒന്നുകിൽ കൊർണിയയൊക്കെ ആയിരിക്കും അല്ലേ മാറ്റി വെക്കുന്നത്. പൂർണ്ണമായിട്ടും നമ്മുടെ ഐബോളും മൊത്തത്തിലെടുത്ത് മാറ്റി വെക്കാറില്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ പൂർണ്ണമായിട്ടും കണ്ണ് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരിക്കുകയാണ്. എവിടെയാണ് ഈ ഒരു ശസ്ത്രക്രിയ നടന്നത്? അമേരിക്കയാണ് ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ നടന്നിരിക്കുന്നത്. എവിടെയാണ് നടന്നിരിക്കുന്നത്? അമേരിക്കയിലാണ് ഈ പൂർണ്ണമായിട്ടും കണ്ണ് മറ്റൊരാൾക്ക് മാറ്റി വെക്കുന്ന ആ ഒരു ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആണ്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. നമ്മുടെ പുതിയതായിട്ട് നമുക്കൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വന്നിരിക്കുകയാണ്. അപ്പം ഇതുപോലത്തുള്ള പുതിയ അപ്പോയിൻമെൻറ്റ്സ് നോക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴയ ആൾ, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആളെ ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിട്ട് പുതിയ ആളെ മാറ്റി അങ്ങ് കൊണ്ടിടും. നമ്മൾ പഴയ ആളെ കേട്ട് ശീലമുള്ളതുകൊണ്ട് അതിൽ കൊണ്ടുപോയി കുത്തും. അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കരുത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. എന്താണ്? ഇന്ത്യയുടെ പുതിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ഇന്ത്യയുടെ പുതിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹീരാലാൽ സമരിയയാണ് ഇന്ത്യയുടെ പുതിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ആരാണ്? ഹീരാലാൽ സമരിയയാണ് ഇന്ത്യയുടെ പുതിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. വിവരാവകാശ കമ്മീഷണർ അല്ലെ? വിവരാവകാശ ആ ഒരു കമ്മീഷൻ എപ്പോഴാണ് ആദ്യമായിട്ട് നിലവിൽ വന്നത്? ഇന്ത്യയിൽ 2005 ആദ്യമായിട്ട് ഈ ഒരു ഓഫീസ് നിലവിൽ വരുന്നത് ഇല്ലേ? വിവരാവകാശം നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്, ഒരു നിയമമാണ്. അപ്പം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, പുതിയതായിട്ട് നമുക്ക് വന്ന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയാണ്. നമുക്കറിയാം ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാവും, പിന്നെ അയാൾക്ക് താഴെയായിട്ട് ഒരു 10 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് കൂടെ ഉണ്ടായിരിക്കും. മൊത്തം 11 അംഗങ്ങളാണ് ഈ ഒരു ഇൻഫർമേഷൻ ആ ഒരു കമ്മീഷനിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയാണ് നമ്മുടെ പുതിയ ഇൻഫർമേഷൻ കമ്മീഷണർ. അടുത്തതായിട്ട് നോക്കേണ്ടത് എന്താണ്? ഇലക്ഷൻ പ്രക്രിയകൾ സുഗമമാക്കാൻ ഇലക്ഷൻ കമ്മീഷണർ വികസിപ്പിച്ച ആപ്പ് എന്താണ് എന്നാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. എന്താണ് ആ ഒരു ആപ്പ്? എൻകോർ. എന്താണ്? ഇലക്ഷൻ പ്രക്രിയകൾ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇലക്ഷൻ പ്രക്രിയകളൊക്കെ പലപ്പോഴും ഹെക്റ്റിക് ആകാറുണ്ട്. ആ ഒരു സമയമൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കുറേ പേര് കൊണ്ടുവന്ന് പട്ടിക സമർപ്പിക്കും, അത് പാസ്സാക്കണം, ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷണർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ആപ്പാണ് എന്ത്? എൻകോർ എന്ന് പറയുന്നത്. എന്താണ്? എൻകോർ എന്നാണ് ഈ ഒരു ആപ്പിന്റെ പേര്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? വന്യജീവി കുറ്റകൃത്യങ്ങളുടെ എല്ലാ വശങ്ങളും നിരീക്ഷിക്കുന്നതിനായി ഹോസ്റ്റൈൽ ആക്ടിവിറ്റി വാച്ച് കേണൽ, എന്താണ് ഹോക്ക് എന്ന ഒരു പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഏതാണ് ആ ഒരു സംസ്ഥാനം? കർണാടകമാണ് ഹോക്ക് ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഹോക്ക്? വന്യജീവി കുറ്റകൃത്യങ്ങളുടെ എല്ലാ വശങ്ങളും നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഹോസ്റ്റൈൽ ആക്ടിവിറ്റി വാച്ച് കേണൽ, അതാണ് ഹോക്ക് എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? കർണാടകയാണ് ഈ ഒരു ഹോക്ക് എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? 6ാമത് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ വേദി. എന്താണ്? 6ാമത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് നടക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഈ ഒരു മീറ്റ് നടക്കുന്നത്. അപ്പം സോളാർ എനർജി എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെയധികം ആക്റ്റീവായിട്ട് റിസർച്ച് ഒക്കെ നടക്കുന്ന, വളരെയധികം നമ്മുടെ സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണില്ലേ? സൗരോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക, ഈ വക കാര്യങ്ങളൊക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. 6ാമത് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ഇനി അടുത്തതായിട്ട് 2ാം ആയുഷ് കോൺഫറൻസിന്റെ വേദി. എന്താണ്? 2ാമത്തെ ആയുഷ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ്? ദുബായിലാണ് ഈ ഒരു ആയുഷ് കോൺഫറൻസ് നടക്കുന്നത്. എവിടെയാണ്? ദുബായിലാണ് ഈ ഒരു ആയുഷ് കോൺഫറൻസ് നടക്കുന്നത്. 2ാമത്തെ ആയുഷ് കോൺഫറൻസ് ആണ് നടക്കാൻ പോകുന്നത്. അത് എവിടെയാണ് നടക്കുന്നത്? ദുബായിലാണ് ഈ ഒരു കോൺഫറൻസ് നടക്കാനായിട്ട് പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് വായു മലിനീകരണം തടയുന്നതിനായി കൃത്രിമ മഴ വികസിപ്പിച്ച സ്ഥാപനം. എന്താണ്? IIT കാൺപൂർ. അപ്പം എന്താണ് ചെയ്തിരിക്കുന്നത്? കൃത്രിമ മഴ, വായു
വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കൃത്രിമ മഴ വികസിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. വായു മലിനീകരണം നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലോകം തന്നെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയിൽ ഒന്നാണ് മലിനീകരണം. അതിൽ തന്നെ വായു മലിനീകരണം, ശുദ്ധവായു ശ്വസിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. ന്യൂഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടും വായു മലിനീകരണം ഉള്ള സ്ഥലങ്ങളാണ്. അപ്പം ആ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു കൃത്രിമ മഴ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണിത്. അടുത്തതായിട്ട് നോക്കേണ്ടത് എന്താണ്? UPI സേഫ്റ്റിയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടൻ ആരാണ്? പങ്കജ് ത്രിപാഠിയാണ് നമ്മുടെ UPI സേഫ്റ്റിയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് UPI ആപ്സ്, ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ എന്നൊക്കെ പറയുന്നത് ഇല്ലേ? അപ്പം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സേഫ്റ്റിയും കൂടെ നമ്മളൊന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം UPI സേഫ്റ്റിയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നടൻ ആരാണ്? പങ്കജ് ത്രിപാഠിയാണ് UPI സേഫ്റ്റിയുടെ അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നവംബർ 1 മുതൽ 15 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആയിരുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായി, ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമ്മുടെ PDF നോട്ട്സ് അതുപോലെയുള്ള മറ്റ് മെറ്റീരിയൽസ് എന്നിവ ലഭിക്കണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോളോ അവർ ടെലഗ്രാം ചാനൽ PSC മെന്റർ. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.